ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഒന്ന് പെരിന്തൽമണ്ണ വരെ പോകാനുണ്ട്. അപ്പോൾ തലേദിവസം രാത്രി കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്ക് പോകുമ്പോഴത്തേക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് ചേർക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിലേക്കുള്ള റൈസ് വേവിച്ച് ചേർക്കാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഫ്രൈഡ് റൈസ് തന്നെയാണ് റെഡിയാക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കട്ടെ. ചിക്കനും ഒന്ന് കഴുകിയിട്ട് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കട്ടെ. ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ദോശ ചൂടാൻ കേട്ടോ. ദോശയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. മാരിനേറ്റ് ചെയ്യാനുള്ള മസാല കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് അതിന് പണിയൊന്നുമില്ല. ഇനി വേഗത്തിൽ ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കട്ടെ. ചിക്കന് പൊരിക്കുന്ന സമയത്ത് കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരുന്ന പോലെ തോന്നലുണ്ട്. പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് മാത്രമായാൽ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവലുണ്ട് കേട്ടോ. ചിക്കനിന് കുറച്ച് ബോൺലെസ് പീസസ് എടുത്തിട്ട് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പുറത്തെ സ്റ്റൗവിലാണ് കേട്ടത് ചെയ്യണത്. ചിക്കൻ ഫ്രൈ ആയി വന്നപ്പോൾ പിന്നെ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെ മുട്ടയും ചിക്കി പൊരിക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനിടയിൽ ഞാൻ ഇതിലേക്കുള്ള റൈസും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അപ്പുറത്തേക്ക് ഓടും ഇപ്പുറത്തേക്ക് ഓടും. ഓരോ സ്റ്റൗവിലാണ് വെച്ചിട്ടുള്ളത്. അതിനിടയിൽ ദോശ ചുടുന്നുണ്ട്. അപ്പോൾ ഫുൾ തിരക്കിലാണ് കേട്ടോ. രാവിലത്തെ അല്ലേ, പിന്നെ ഷൂട്ടും കൂടെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു ജഗ പുകയാണ്. ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം ചൂടായതിന് ശേഷം പിന്നെ ഇതിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം കുറച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള റൈസൊന്നും ഇതിലേക്ക് ഒന്നിച്ചിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ കഴിക്കാൻ നേരത്തെ അത് മിക്സ് ചെയ്യണുള്ളൂ കേട്ടോ. കുട്ടികളുടേത് കുറച്ചെടുത്തിട്ട് വേറൊരു പാനിലിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഫ്രൈഡ് റൈസിലേക്ക് ഇതുപോലെ സോയാ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സോയാ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ടിഫിനൊക്കെ റെഡിയാക്കലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തിരക്കായപ്പോൾ ഒന്നും കാണിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ പെരിന്തൽമണ്ണ പോകാനുണ്ട് എന്നുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്കർക്കാക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പം കുറച്ച് ദിവസം 1-2 ആഴ്ചയായിട്ട് ലീവായിരുന്നു, കോളേജിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് MRI സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മാറാഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കൊണ്ട് നമ്മൾ പെരിന്തൽമണ്ണയുള്ള മാന സ്പൈൻ ജോയിൻ്റ് ആൻഡ് വെൽനസ് ക്ലിനിക്കിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർജറി ഒന്നും കൂടാതെയും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്.
ഈ ഒരു മാന എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ന്യൂട്രീഷനിസ്റ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് കേട്ടോ. ഭാസ്കർ ഖാനോട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അസുഖത്തിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. ഭാസ്കർ ഖാനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ MRI സ്കാനിങ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഡയഗ്നൈസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C5, C6, C7 ലെവൽസിലെല്ലാം സെർവിക്കൽ ഡിസ്ക് ബൾജാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നെക്ക് പെയിനും അതുപോലെ തന്നെ റേഡിയേറ്റിംഗ് കയ്യിലേക്കുള്ള ആ ഒരു റേഡിയേറ്റിംഗ് പെയിനൊക്കെ വരുന്നതും നംനെസ്സൊക്കെ വരുന്നതൊക്കെ. അങ്ങനെ ഇതെല്ലാം നോക്കിയപ്പോൾ അസ്കർ ഖാക്ക് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നെക്ക് പെയിനും ബാക്ക് പെയിനും റിലേറ്റഡ് ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പിന് ശേഷം അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം തന്നെ ഒന്ന് വാം ചെയ്യുന്നുണ്ട്, അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വാം ചെയ്തതിന് ശേഷം പിന്നെ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെഷീനിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10-20 മിനിറ്റോളം ചെയ്യാനുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ അസ്കർക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്കർക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് കിടന്നു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് ബാക്കിയുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ അവിടുത്തെ വേറെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടുത്തെ ഓരോ മെഷീൻസും കാര്യങ്ങളും അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു തരാണ് കേട്ടോ. ഇത് വെറുതെ ഒരു ചെയറൊന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇത് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയർ പോലത്തെ ഒരു മെഷീനാണ്. നമ്മൾ ജസ്റ്റ് അതിൽ ഇരുന്ന് കൊടുത്താൽ മതി, ബാക്കിയുള്ളത് ആ ഒരു മെഷീൻ ചെയ്തോളും. അപ്പം ചിലർക്കൊക്കെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു തെറാപ്പി നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു മെഷീനാണ് കേട്ടോ. ഇത് ഹോട്ട് ആൻഡ് കൂൾ മെഷീനാണ് കേട്ടോ. അതായത് അതിൻ്റെ പേരെന്താണ് എക്സാക്റ്റ് പറയാമെന്നറിയില്ല. നമ്മൾ ഹോട്ട് ബാഗും കോൾഡ് ഐസ് ബാഗും ഒക്കെ വെക്കുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ഈ മാഗ്നറ്റിക് വേവ്സ് ഉള്ളിലോട്ട് വിടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വിചാരിക്കും, ആ സെൽസിന്റെ റിപ്പയറിനെ അവർ പ്രൊമോട്ട് ചെയ്യും. പിന്നെ കൂടുതൽ ഉള്ളിൽ ജോയിൻസിന്റെ ഉള്ളിൽ ഈ ഫ്ലൂയിഡ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ലൂബ്രിക്കേഷൻ കൂടാനൊക്കെ സഹായിക്കുകയും ചെയ്യാം. ഒരു 18 days കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എവിടെയാണോ പെയിൻ ബിക്കോസ് നോർമലി ഇപ്പോൾ ഷോൾഡറിലൊക്കെയാണ് നീലൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ ഇത് വെച്ചിട്ട് പേഷ്യന്റ് ഒന്നും ഫീൽ ചെയ്യില്ല, പെയിനോ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് 1 hour കിടക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 1 hour 18 days കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ്. ഞാൻ അവിടുത്തെ മെഷീനറീസും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് വന്നപ്പോഴേക്കും ഇത് അവിടെ അസ്കർക്കാർക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അസ്കർഖാൻ്റെ കയ്യിലേക്കും പെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കയ്യിലും ഈ ഒരു ഇത് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണെന്ന് തോന്നുന്നത്. എന്താ അതിന് പറയാമെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനപ്പോൾ ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മറന്നുപോയി. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിലുള്ള മാനയുടെ ക്ലിനിക്കിലാണ് കേട്ടോ. ഇവർക്ക് കൊച്ചി, കാലിക്കറ്റ്, അതുപോലെ തന്നെ ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിലും ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ, തിരുവനന്തപുരത്തൊക്കെ ഇനി വരാനും പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അൾട്രാസൗണ്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ തെറാപ്പിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഐസ് ബാഗൊക്കെ വെക്കുന്നതിന് പകരം ആണ് ഇത് വെക്കുന്നത്. ഐസ് ബാഗ് വെക്കുന്നതിനായിട്ടും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഈ ഒരു മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാ തരത്തിലുള്ള ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, നീ പെയിൻ, അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചറീസ്, മസ്കുലോ സ്കെലറ്റൽ ഇഷ്യൂസിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നോൺ സർജിക്കലായിട്ടും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഇവിടുത്തെ ന്യൂട്രീഷനിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് നമുക്കൊരു ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിലെന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ മാനയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ മാനയുടെ ക്ലിനിക്കിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അസ്കർക്കാർക്ക് ഇതുപോലെ പെയിന് മാറാതെ വന്നപ്പോൾ MRI സ്കാൻ എടുത്തു. അപ്പോൾ അത് കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് എന്താണ് സൊല്യൂഷൻ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും 20 ദിവസത്തെ തെറാപ്പി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് മാനയുടെ ക്ലിനിക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ.